യെസ്, അങ്ങനെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് പമ്പുകാർ നമ്മളെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതായത് 500 രൂപയ്ക്ക് നമ്മൾ ഫ്യൂവൽ അടിക്കാൻ പറഞ്ഞു, എന്നാൽ വാഹനത്തിൻ്റെ വാർണിംഗ് ലൈറ്റ്, അതായത് ഫ്യൂവൽ വാർണിംഗ് ലൈറ്റ് കത്തിയതിന് ശേഷം 500 രൂപയ്ക്ക് ഫ്യൂവൽ അടിച്ചിട്ടും പിന്നെയും ആ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് അവർ ഫ്യൂവൽ അടിച്ചില്ല എന്നല്ല അതിൻ്റെ കാര്യം. ഇങ്ങനെ പലർക്കും മനസ്സിൽ സംശയം വരുന്നൊരു കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ എനിക്ക് 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം പേര് ആ വീഡിയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു വലിയൊരു സംശയമാണ്, വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു കട്ട അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്. ഫ്യൂവൽ ഒരു 500 രൂപയ്ക്ക് ഫില്ല് ചെയ്തു, പക്ഷേ 4 ചില്ലറ കയറിയിട്ട് പോലും വാഹനത്തിൻ്റെ ആ ബ്ലിങ്ക് ചെയ്യുന്നത്, അതായത് ആ ഫ്യൂവൽ ഗേജ് ബ്ലിങ്ക് ചെയ്യുന്നത് നിന്നിട്ടില്ല. അപ്പോൾ ശരിക്കും പമ്പുകാർ നമ്മളെ പറ്റിച്ചതാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിൽ സംശയം വരുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പമ്പുകാർ പറ്റിക്കുന്നതല്ല, എന്നാൽ വാഹനത്തിൻ്റെ പ്രശ്നമാണോ? വാഹനത്തിൻ്റെയും പ്രശ്നമല്ല. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യം നമ്മൾ കീ ഓൺ ചെയ്യുന്ന സമയത്ത് അന്നേരം അവിടെ കാണിക്കുന്ന റീഡിങ് ശരിയായിരിക്കണമെന്നില്ല. മിക്ക സമയത്തും അത് ഫോൾസ് ആയിരിക്കും കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വാഹനം ഒരു കയറ്റത്തിൽ കൊണ്ട് നിർത്തുകയാണ്, ഒരു നല്ല കയറ്റത്തിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത് അവിടെ ഫ്യൂവൽ ചിലപ്പം താഴോട്ട് വരും. ഉടനെ തന്നെ അത് കാണിക്കാനാണെങ്കിൽ ഏത് സമയവും കൂടിയും കുറഞ്ഞും മാത്രം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇൻഡിക്കേഷൻ പെട്ടെന്ന് തന്നെ കാണിക്കത്തില്ല. ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കീ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ 2 വട്ടം കീ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് കൃത്യമായിട്ടുള്ളൊരു റീഡിങ് കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗേജിൽ കാണിക്കുന്ന ഒരു റീഡിങ് കൃത്യമായിരിക്കത്തില്ല. ഒന്ന് വാഹനം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം കീ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ വാർണിംഗ് ലൈറ്റ് പോകുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്. അത് കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ശരിക്കും അവനും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചെറിയൊരു എമൗണ്ടിലൊക്കെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് വാർണിംഗ് ലൈറ്റ് കാണിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ 500 രൂപയ്ക്ക് അടിച്ചാലും വലിയ കാര്യമായിട്ടുള്ളൊരു മാറ്റം അവിടെ വരത്തില്ല. പക്ഷേ ഫ്യൂവൽ ലൈറ്റ് കെട്ടുപോകും, ഉറപ്പാണ്. ഒരു ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളത് വെയിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം കൊടുക്കുന്നില്ല. ഫ്യൂവൽ ഫില്ല് ചെയ്തു, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് കെട്ടില്ല. ഇവർ നമ്മളെ പറ്റിച്ചതാണ്, പമ്പുകാർ പറ്റിച്ചതാണെന്ന് പറയും. പക്ഷേ പമ്പുകാർ എല്ലായിടത്തും ഇതുപോലെ കാണിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലയിടത്ത് പറ്റിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അത് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. വാഹനം പെട്രോൾ അടിക്കാൻ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മളും കൂടെ ഇറങ്ങണം. നമ്മൾ രാജാവൊന്നുമല്ലല്ലോ, വാഹനത്തിൽ ഇരിക്കണ്ട. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി അവരുടെ കൂട്ടത്തിൽ നിന്ന് 2 വാക്ക് സംസാരിക്കുക. ഇന്നത്തെ പെട്രോളിൻ്റെ വില എത്രയാണ്, എത്ര ഫ്യൂവൽ കയറുന്നുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമ്മൾ വാഹനത്തിനകത്തിരുന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കിടന്ന് തൊല്ല പിടിക്കുന്ന കഴിഞ്ഞ് ഏറ്റവും നല്ലത് ഞാൻ ചെയ്യുന്നൊരു രീതി, അതെനിക്ക് സംശയമുള്ളതുകൊണ്ടല്ല, എന്നാൽ എനിക്കിഷ്ടമാണ്. വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് അത് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു രീതിയാണ്. അതുകൊണ്ട് നിങ്ങളും ഈ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാഹനത്തിൻ്റെ അടുത്തോട്ടൊന്ന് വന്ന് പെട്രോൾ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും സംശയം വരത്തില്ല, നിങ്ങളും ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ഈ ഒരു സംശയം എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതാണ്.